Good morning. Good morning, Miss. Good morning, Miss. Morning. Good morning, Miss. Good morning, Miss. Good morning. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് CSV ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് അല്ലേ? ഏതൊക്കെയായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്? ഓർമ്മയുണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ? ഏതൊക്കെയായിരുന്നു? Clean for Exchange, resistance Exchange, crockery, requisition photo system, crockery system, and quota system. Okay. Clean for exchange എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? exchange ചെയ്യാം. എന്ത് എക്സ്ചേഞ്ച് ചെയ്യണം? നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത ഡേർട്ടി ആയിട്ടുള്ളതിനെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് പുതിയതാക്കി കൊടുക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരുന്ന ഐറ്റംസ് ഡേർട്ടി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അതവിടെ കൊടുത്തിട്ട് സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് അവിടെ എക്സ്ചേഞ്ച് ചെയ്ത് അതാണ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗായത്രി, ക്വാട്ട സിസ്റ്റം. ഗായത്രി, യെസ്, എന്തായിരുന്നു ക്വാട്ട സിസ്റ്റം? നിമിഷ, എന്തായിരുന്നു ക്വാട്ട സിസ്റ്റം? നിമിഷ, പാറു. പ്രീ അറേഞ്ച് ആയിട്ടുള്ള സ്റ്റോക്ക് ലെവൽസ് ഡിഫറെന്റ് ഐറ്റംസിന് ഡെലിവറി ചെയ്യാ CSD. അങ്ങനെയാണോ? ആർക്ക് പറയാൻ അല്ല അല്ല തന്നെ മുൻകൂട്ടി ക്രമീകരിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമാണോ അതെല്ലാം ക്രമീകരിച്ച് കൃത്യമായി സ്റ്റാഫുകളെ ഉപയോഗിച്ചത്. ഒരാള് ഞാൻ പറയാം, ഓക്കെ മാം, ഗുഡ് മോർണിംഗ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും പല ഐറ്റംസ് വേണ്ടി വരും. അത് മുൻകൂട്ടി അറിഞ്ഞിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ് ചെയ്യുന്നതാണ് ഇവരുടെ ഡ്യൂട്ടി. ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തൊക്കെ ഐറ്റംസ് അവർക്ക് ആവശ്യമാണോ അത് മുൻകൂട്ടി ക്രമീകരിച്ചുകൊണ്ട് ലിസ്റ്റ് പ്രകാരം ഡെലിവറി സ്റ്റാഫിനെ കൊണ്ട് കൃത്യമായിട്ടൊരു ഇടവേളകളിൽ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? നിമ്മി പറഞ്ഞത് ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നാന്ന് എടുക്കുന്ന ഭാഗങ്ങള് അന്നാന്ന് തന്നെ വായിച്ചിട്ട് പോണം. അല്ലെങ്കിൽ എന്താണ് ചോദിച്ചപ്പോ എന്താണ് മനസ്സിലാവാത്ത അവസ്ഥ, പറഞ്ഞത് ക്ലിയർ ആവുന്നില്ല അല്ലേ? ഓക്കെ, എക്സാമിന് നിങ്ങൾക്ക് തന്നെയായിരിക്കും ബുദ്ധിമുട്ട്. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാം. മിസ്സിനോട് ചോദിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ മിസ് പറയുമ്പോ ഓരോ കാര്യങ്ങളും അറിയാത്തതുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം മലയാളത്തില്. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം നോട്ടിൽ എഴുതി വെക്കണം എന്നുള്ളത് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ആണ് എന്താ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് അല്ലെ? എന്തായിരിക്കാം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല്? ഹോസ്പിറ്റലിന്റെ നിർവഹണ വിഭാഗമാണ് അല്ലെ? അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും എന്താണ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി എൻഷുർഡ്. ഓർമ്മയുണ്ടോ പഠിക്കാറുള്ളത്? അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പ് വരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ,
അപ്പൊ നോക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ, നിരീക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ചില പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് പാരഗ്രാഫ് നോക്കൂ കേട്ടോ. വർക്ക് പ്രാക്ടീസസ് മസ്റ്റ് ബി ഓവർസീൻ. Written policies procedure must be strictly followed by all personnel responsible and accountable for sterilizing and disinfecting items and for handling sterilized supplies. Sterile supplies. എന്താണ് വർക്ക് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ? എന്താണ് വർക്ക് പ്രാക്ടീസ് എന്ന് പറഞ്ഞാല്? വർക്ക് പ്രാക്ടീസ് മസ്റ്റ് ബി ഓവർസീൻ. ഓക്കെ, അപ്പൊ എന്താണ്? തൊഴിൽ പരിശീലനം അല്ലെ? വർക്ക് പ്രാക്ടീസ് എന്ന് പറഞ്ഞാല് തൊഴിൽ പരിശീലനം നല്ല രീതിയിൽ ഓവർസീ ചെയ്യണം. ഓരോരുത്തരുടെ കാര്യങ്ങൾ, ഓരോരുത്തർ ചെയ്യുന്ന വർക്കുകൾ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ, ട്രെയിനിങ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവരുടെ തൊഴിൽ പരിശീലനം, വർക്ക് പ്രാക്ടീസ് മസ്റ്റ് ബി ഓവർസീൻ ചെയ്യാം. ഇനി എന്താണ്? Written policies procedures must be strictly followed by personnel responsible and accountable. എന്താണ് നമ്മളുടെ CSC ചെയ്യുന്നത്? എന്താണ്? ഓരോ ഐറ്റംസ്, കഠിനമായ ഐറ്റംസ് കൊണ്ടുവന്ന് അത് സ്റ്റെറിലൈസ് ചെയ്ത് ഡിസിൻഫെക്ട് ആക്കുന്നുണ്ട് അല്ലെ? ഓരോ ഐറ്റംസും അണുവിമുക്തമാക്കിയിട്ടാണ് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എന്താണ്? ഹോസ്പിറ്റൽസ്, അഡ്മിനിസ്ട്രേഷൻ ഏരിയ കുറച്ച് ഗൈഡ് ലൈൻസ്, അതുപോലെ തന്നെ പോളിസീസും പ്രൊസീജിയേഴ്സും അവര് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ അതിലൂടെയാണോ, അല്ലെങ്കിൽ ആ പോളിസിയിലൂടെയാണോ ഓരോ കാര്യങ്ങളും പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണോ ഐറ്റംസ് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ഇനി എന്താണ്? ഫോർ ഹാൻഡ്ലിംഗ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി എന്താണ്? The sterility can not be attained or maintained. The system has failed എന്നാക്കണം കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, failed എന്നാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? The sterility cannot be attained or maintained. The system has failed. നല്ല രീതിയിൽ ഐറ്റംസ് അണുനശീകരണം വരുത്തിയില്ലെങ്കിൽ എന്തായിരിക്കാം അവിടെ സംഭവിക്കുന്നത്? സിസ്റ്റം ഫെയിൽഡ് ആവും അല്ലെ? ഓരോ പേഷ്യൻസിനും എന്താണ്? ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് കൊണ്ടുവരുന്ന ഐറ്റംസ് അവര് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഗൈഡ് ലൈൻസ്, പോളിസീസും പ്രൊസീജിയേഴ്സും അനുസരിച്ച് സ്ട്രിക്ട്ലി അത് ഫോളോ ചെയ്തു പോകേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, പാരഗ്രാഫ് മനസ്സിലായോ? ക്ലിയർ ആണോ പാരഗ്രാഫ്? ഇനി കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കിയല്ല. ഡീകണ്ടാമിനേറ്റിംഗ്, ടെർമിനലി sterilization and cleaning or reusable items of disposable items. എന്താണ്? അവിടേക്ക് കൊണ്ടുവരുന്ന ഐറ്റംസ് നമ്മൾ ഡീകണ്ടാമിനേഷൻ നടത്തണം, അതുപോലെ നല്ല രീതിയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുക, ക്ലീനിങ് നടത്താം. അതുപോലെ തന്നെ റീയൂസബിൾ ഐറ്റംസ്, കുറെ ഐറ്റംസ് ഉണ്ടാവും അല്ലെ? അതിനകത്ത് റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് എന്ന് പറയാൻ പറ്റുമോ? ബുക്കില് കറക്റ്റ് ആണല്ലേ? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ളവര് അത് എഴുതേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്താം കേട്ടോ. റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയായിരിക്കാം? ഏതൊക്കെ ഐറ്റംസ് ആയിരിക്കാം റീയൂസബിൾ ആയിട്ടുള്ളത്? പറയാൻ പറ്റുമോ എക്സാമ്പിള്? റീയൂസബിൾ ഐറ്റംസ്, പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? സിസേഴ്സ്. ഓക്കെ, അപ്പൊ എന്താണ്? പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ലേ? അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വന്നാല് ചിലപ്പോ സിസേഴ്സ് അല്ലെങ്കിൽ പെയിന്റൊക്കെ ഉണ്ടെങ്കിൽ അത് അൺഷാർപ്പനഡ് അല്ലെ? എന്താണ്? ഒടിഞ്ഞതോ വളഞ്ഞതോ അല്ലെങ്കിൽ മൂർച്ച പോയതൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിസ്പോസൽ ചെയ്ത് കളയണം. അതുപോലെ തന്നെ റീയൂസബിൾ ഐറ്റംസ് ഉണ്ടെങ്കിൽ
അതെടുത്ത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഐറ്റംസ് നല്ല രീതിയിൽ ക്രമീകരിക്കുക. അതുപോലെ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റംസ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആക്കുന്നുണ്ടോ, പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ടോ, പ്രോപ്പർ ആയിട്ട് ഡീകണ്ടാമിനേഷൻ നടത്തുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യണം. പിന്നെന്താണ് പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്. ഓരോ ഐറ്റംസ് എന്ത് ചെയ്യാം, പാക്ക് ചെയ്യാം, ലേബിൾ ഒട്ടിക്കും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. എന്താണ് സ്റ്റെറിലൈസേഷൻ ചേമ്പറിൽ നമ്മൾ ലോഡ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. ഓരോ ഐറ്റംസ് നമ്മൾ അവിടെ എടുത്ത് വെക്കുന്നതിനെയാണ് ലോഡിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ചേമ്പറിൽ നിന്ന് ഐറ്റംസ് പുറത്തേക്ക് എടുക്കുന്നുണ്ട് അല്ലെ. അതാണ് അൺലോഡിങ്. ലോഡിങ്ങും അൺലോഡിങ്ങും കൃത്യമായിട്ട് അവിടെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെന്താണ് ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. ഓപ്പറേറ്റിംഗ് സ്റ്റെറിലൈസർ എന്ന് പറഞ്ഞാല് നമ്മൾ ഇപ്പോ ഗ്യാസ്, കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോക്ലേവ് അല്ലെ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉണ്ട്. അപ്പൊ ഇവയ്ക്ക് ഓരോന്നിനും ഡിഫറെന്റ് ടൈമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഓട്ടോക്ലേവിനാണെങ്കിൽ എത്ര മിനിറ്റ് ആണ്, ഓർമ്മയുണ്ടോ? ഓട്ടോക്ലേവിനാണെങ്കിൽ എത്ര മിനിറ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്? 20 മിനിറ്റ്സ്. അതുപോലെ തന്നെ ഗ്യാസ്, കെമിക്കൽ ഗ്യാസിന് എത്രയാണ്? കെമിക്കൽ ഗ്യാസിന് എത്രയായിരിക്കും? 8 to 12 hours കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ടൈമുകൾ കൃത്യമായിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഓപ്പറേറ്റിംഗ് സ്റ്റെറിലൈസർ. ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. നമ്മൾ എന്താണ് ഓരോ ഓട്ടോക്ലേവ്സിനാണെങ്കിൽ ടൈം, അതുപോലെ പ്രഷർ, അതുപോലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് അല്ലെ. അതുപോലെ തന്നെ കെമിക്കൽ ഗ്യാസിനായാലും എന്താണ് അതിന്റെ അവേഴ്സ് ഡിഫറൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. Adhering the safety measures and preventive maintenance protocol അല്ലെ. സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുരക്ഷാ നടപടിക്രമങ്ങള്. ഓക്കെ, സുരക്ഷാ നടപടിക്രമങ്ങളും അതുപോലെ പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാല് പ്രതിരോധ പരിപാലന പ്രോട്ടോകോള്. പ്രതിരോധ പരിപാലന പ്രോട്ടോകോൾ. അപ്പോ സുരക്ഷാ നടപടിക്രമങ്ങളും പ്രതിരോധ പരിപാലന പ്രോട്ടോകോളും കൃത്യമായിട്ട് അല്ലെ എന്താണ് ഓരോ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടാവും, അതനുസരിച്ചുള്ള ഗൈഡ് ലൈൻസ്, പ്രോട്ടോകോൾസ് ഇവയൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ എന്താണ് സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്. നല്ല രീതിയിൽ അല്ലെ ക്ലീൻ ഏരിയയിലാണ് ഈ സ്റ്റെറൈൽഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. അതെ, അല്ലെങ്കിൽ എന്താണ് അൺക്ലീൻഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ആണെങ്കിൽ എന്താണ് വീണ്ടും അത് അണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ട് നമ്മൾ സ്റ്റെറൈൽഡ് ആയിട്ടുള്ള ഐറ്റംസ് ക്ലീൻ ഏരിയയിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. പിന്നെന്താണ് ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. നമ്മൾ സ്റ്റെറൈൽ ചെയ്ത് അണുമുക്തമാക്കിയിട്ട് ഐറ്റംസ് റെഡി ഫോർ യൂസിന് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും യൂസ് ചെയ്യാനായിട്ടുള്ള ഇതിൽ വെച്ചിട്ടുണ്ടാവും, റെഡി ഫോർ യൂസിന് വേണ്ടി വെച്ചിട്ടുണ്ടാവും. അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് വെക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. പിന്നെന്താണ് മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു സ്റ്റെറൈൽ ഫീൽഡ്. എന്താണ് സ്റ്റെറൈൽ ഐറ്റംസ് സ്റ്റെറൈൽ ചെയ്ത ഏരിയയിലേക്ക് മാത്രമാണ് കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അണുവിമുക്തമാക്കിയ ഐറ്റംസ് ഏരിയയിലേക്ക് സ്റ്റെറൈൽഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അത് കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് ശ്രദ്ധിക്കേണ്ട, അവര് മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങള്. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കി.
ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് പോർഷൻ നോക്കാം കേട്ടോ. ചെറിയൊരു പോർഷൻ കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മളെ ഈ ചാപ്റ്റർ അവസാനിച്ചു, കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ആണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ CSD മാനേജർ ഇൻ ചാർജ്. അപ്പോ ഏറ്റവും ടോപ്പ് പൊസിഷൻ അല്ലേ, ഹൈറാർക്കി അല്ലെങ്കിൽ എന്താണ് ഓർഗാനോഗ്രാമില് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാണ് ആര്? മാനേജർ ഇൻ ചാർജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി, അദ്ദേഹത്തിന് എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ളത് എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD. ഇതറിയാലോ, എന്താ പറയുന്നത്? ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD എന്തായിരിക്കാം? പറഞ്ഞു നോക്കിയേ. ഓവറോൾ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? CSSD ഡിപ്പാർട്ട്മെന്റ് ഓവറോൾ ആയിട്ട് എന്ത് ചെയ്യണം? മേൽനോട്ടം വഹിക്കണം അല്ലെ. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം, കൺട്രോൾ ചെയ്യാം, എല്ലാം നോക്കി നടക്കാം. ഇനി എന്താണ്? ഡിസ്പ്ലേയിങ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓട്ടോക്ലേവിങ് അതുപോലെ കെമിക്കൽ ഗ്യാസിനൊക്കെ ഡിഫറെന്റ് ടൈമിംഗ് ആണ് അല്ലെ. അതൊക്കെ കൃത്യമായിട്ട് ടൈം, പ്രഷർ, അതുപോലെ ടെമ്പറേച്ചർ കൃത്യമായിട്ട് പ്രദർശിപ്പിക്കാം. പിന്നെന്താണ്? സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് സ്റ്റാഫ്. ഇത് മനസ്സിലായില്ലേ? അവരെ സൂപ്പർവൈസ് ചെയ്യാം, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കാം, ഗൈഡൻസ് കൊടുക്കാം, അതുപോലെ അവരെ സൂപ്പർവൈസ് ചെയ്യാം. ഇനി എന്താണ്? ഡയറക്റ്റിംഗ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. എന്താണ് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം ഡ്യൂട്ടി റോസ്റ്റർ? ഇനി ഐഡിയ? അറ്റൻഡൻസ് രജിസ്റ്റർ. ഓക്കെ, ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാല് ഓരോ ഷിഫ്റ്റുകൾ ഉണ്ടാവില്ലേ, ഡ്യൂട്ടി ടൈമുകള്. ഡേ ഷിഫ്റ്റ് ഉണ്ടാവാം, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡ്യൂട്ടി റോസ്റ്ററിൽ വരുന്നത് കേട്ടോ. ഓരോരുത്തർക്കുമുള്ള ഷിഫ്റ്റിംഗ് ടൈം. ഓക്കെ, ഇപ്പൊ അറിയാത്തവരൊന്ന് എഴുതി വെക്കാം കേട്ടോ. ഡ്യൂട്ടി റോസ്റ്ററിന്റെ മുകളിലും ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. കറക്റ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി ടൈമിങ് ഓരോരുത്തർക്കും ചിലപ്പോ ഡിഫറെന്റ് ആയിരിക്കാം ടൈമിങ്. ഡേ ഷിഫ്റ്റ് ഉള്ള എന്താണ് സ്റ്റാഫുകൾ ഉണ്ടാവാം, അതുപോലെ നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവരുണ്ടാവാം. അങ്ങനെയുള്ള ഡ്യൂട്ടി ടൈം ആണ് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത്, ഷിഫ്റ്റിംഗ് ടൈം. അങ്ങനെയുള്ള കാര്യങ്ങള് റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യാം, ഷിഫ്റ്റിംഗ് ടൈമിന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാം. ഇനി എന്താണ്? അലോട്ടിംഗ് റിസോഴ്സസ് അല്ലെ. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭവങ്ങൾ. റിസോഴ്സസിൽ എന്തൊക്കെ പെടും? സ്റ്റാഫുകൾ പെടും, എക്യുപ്മെന്റ്സ് പെടും, അതുപോലെ മെഷീൻസ് പെടും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കാം. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമുള്ള സാധനങ്ങള് അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ളതുമായിട്ടുള്ള, അപ്പൊ ക്ലീൻ ചെയ്യാനായിട്ട് പല എന്താണ് എക്യുപ്മെന്റ്സ് ആവശ്യമായിട്ട് ഡിറ്റർജന്റ് അതൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ അവിടെയുള്ള സ്റ്റാഫിന് എന്തെങ്കിലും റിസോഴ്സുകൾ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റാഫിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് കൂടുതൽ സ്റ്റാഫിനേക്ക് അനുവദിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി എന്താണ്? കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടനൈസ് and decrease the number of cycles. എന്താ പറയുന്നത്? സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്ന നമ്പർ ഓഫ് സൈക്കിളിന്റെ എണ്ണം കുറയ്ക്കുക അല്ലെ. ഡിക്രീസിങ് ദ നമ്പേഴ്സ് ഓഫ് സൈക്കിള്. സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്ന നമ്പർ ഓഫ് സൈക്കിളിന്റെ എണ്ണം കുറച്ചുകൊണ്ട് അത് സൂക്ഷ്മ പരിശോധന നടത്തി കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. ഓക്കെ, കോസ്റ്റ് കൺട്രോൾ ചെയ്യാം, അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് കേട്ടോ. കോസ്റ്റ് കൺട്രോളിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്ന സൈക്കിളിന്റെ എണ്ണം കുറച്ച്, അതുപോലെ തന്നെ അത് സ്ക്രൂട്ടനൈസ് എന്ന് പറഞ്ഞാല് സൂക്ഷ്മ പരിശോധന നടത്തുകയും എന്നിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യുകയും വേണം. മനസ്സിലായോ? സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്ന സൈക്കിളിന്റെ എണ്ണം കുറച്ച്, നമ്പർ ഓഫ് സൈക്കിളിന്റെ എണ്ണം ഡിക്രീസ് ചെയ്ത് കുറച്ചുകൊണ്ട് സൂക്ഷ്മ പരിശോധന നടത്തി കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. ഇനി എന്താണ് നെക്സ്റ്റ്? ലാസ്റ്റ് വൺ എന്താണ്? ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. എന്താണ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ? എന്താണ് പഠിച്ചിട്ടുണ്ടല്ലോ.
വിവര പട്ടിക. വെരി ഗുഡ്. ഇൻവെൻഷൻ എന്ന് പറഞ്ഞാല് വിവര പട്ടിക. അപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുന്ന ഐറ്റംസ് അല്ലെ, എക്യുപ്മെന്റ്സ് ആവാം. അതുപോലെ എന്താണ് കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാല് ഉപഭോക്തൃ വസ്തുക്കള്. അപ്പൊ അവയുടെ എല്ലാം വിവര പട്ടികകള് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, മാനേജ് ചെയ്യാം, അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളാണ് ഈ മാനേജർ ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളായിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? ഓൾ ഓവർ ആയിട്ട് സൂപ്പർവൈസ് ചെയ്യാം സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് അത് ഡിസ്പ്ലേ ചെയ്യാം അല്ലെ. ഓരോ ഓട്ടോക്ലേവിനായാലും കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആയാലും ഡിഫറെന്റ് ടൈമുകളൊക്കെയാണ്. ടൈം, പ്രഷർ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഇതൊക്കെ പ്രദർശിപ്പിക്കാം. പിന്നെന്താണ്? ഓരോ സ്റ്റാഫിനെയും ട്രെയിനിങ് കൊടുക്കാം, സൂപ്പർവൈസ് ചെയ്യാം, അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെന്താണ്? ഓരോ സ്റ്റാഫിന്റെയും ഷിഫ്റ്റിംഗ് ടൈം റെക്കോർഡ് ചെയ്ത് വെക്കാം. പിന്നെന്താണ്? അലോട്ടിംഗ് റിസോഴ്സസ് അല്ലെ. ഇപ്പോ അവർക്ക് അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ മെഷീൻസോ അല്ലെങ്കിൽ സ്റ്റാഫിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്ന നമ്പർ ഓഫ് സൈക്കിളിന്റെ എണ്ണം കുറച്ചുകൊണ്ട് സൂക്ഷ്മ പരിശോധന നടത്തി കോസ്റ്റ് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്? അവിടേക്ക് വരുന്ന സപ്ലൈസിന്റെയും കൺസ്യൂമബിൾസിന്റെയും വിവര പട്ടിക ഇൻവെന്ററി മാനേജ് ചെയ്യുക. ക്ലിയർ ആയോ? വായിച്ചു നോക്കി. ഇനി നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്റർ ആണ് മോർച്ചറി സർവീസസ് കേട്ടോ. എളുപ്പമുള്ള ചാപ്റ്റർ ആണ് മോർച്ചറി. വേഗം അവസാനിക്കും, കംപ്ലീറ്റ് ആവും. എളുപ്പമാണ്, അധികം കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ക്ലിയർ അല്ലേ? CSST ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് ആണ് ചാപ്റ്റർ 10 മോർച്ചറി സർവീസസ് കേട്ടോ. എടുത്തോ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോ ഇടയ്ക്കിട്ട് കയറുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. 58 കേട്ടോ, 58 പേജ് നമ്പർ 58 ചാപ്റ്റർ 10 മോർച്ചറി സർവീസസ്. ഓക്കെ, എന്തായിരിക്കാം മോർച്ചറി എന്ന് പറഞ്ഞാല്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ മോർച്ചറി ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്? ഇതിനു വേണ്ടിയിട്ടായിരിക്കാം. ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് മോർച്ചറി ഉള്ളത് അല്ലെ. അപ്പൊ നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കയറി ചെല്ലുമ്പോ തന്നെ മോർച്ചറിയുടെ ഡിപ്പാർട്ട്മെന്റ് കാണാറുണ്ടോ? എവിടെയായിരിക്കാം മോർച്ചറി ഉള്ളത്? മോർച്ചറിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കാം? എവിടെയായിരിക്കാം? എൻഡ് ഓഫ് ബാക്ക് സൈഡ് അല്ലെ. എന്താണ്? നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ മോർച്ചറി ആയിരിക്കില്ലല്ലേ കാണുന്നത്. പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ റിസപ്ഷൻ, എൻക്വയറി അങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത്. മോർച്ചറി എവിടെയായിരിക്കാം? ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് അല്ലെ. അധികം ആരുടെയും ശ്രദ്ധ എത്തപ്പെടാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ബാക്ക് സൈഡിലൊക്കെ ആയിരിക്കാം മോർച്ചറി ഉള്ളത് അല്ലെ. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഫസ്റ്റ് തുടങ്ങാൻ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കിക്കോളൂ. ഫസ്റ്റ് പോയിന്റ് നോക്കുക കേട്ടോ. Mortuary is an inevitable part of every hospital as it handles the preservation of the dead body so that the forensic clinicians and pathologists may investigate the causes of death and make
scientific investigation. എന്താണ്? Mortuary is an inevitable part of every hospital. Inevitable എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Inevitable ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാർട്ടാണ്. എല്ലാ ഹോസ്പിറ്റലിനെയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് എന്ത്? മോർച്ചറി എന്ന് പറയുന്നത്. ഇനി അതിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? മോർച്ചറിയിൽ എന്താ ചെയ്യുന്നത്? ഹാൻഡിൽസ് ദ പ്രിസർവേഷൻ ഓഫ് ദ ഡെഡ് ബോഡി. പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിസർവേഷൻ എന്തായിരിക്കാം? പ്രിസർവേഷൻ സൂക്ഷിച്ചു വെക്കുക. ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നതിനായിട്ടാണ് മോർച്ചറി ഉള്ളത് അല്ലേ? ഓക്കെ. സോ ദാറ്റ് ദ ഫോറൻസിക് ക്ലിനീഷ്യൻസ് എന്ന് പറഞ്ഞാല് വിദഗ്ധർ ഫോറൻസിക് വിദഗ്ധരും പാത്തോളജിസ്റ്റ് ആരാണ്? പാത്തോളജിസ്റ്റ് ആരായിരിക്കും? പാത്തോളജിസ്റ്റ് ഡിസീസസില് വെരി ഗുഡ് സ്റ്റഡി ഓഫ് ഡിസീസസില് സ്പെഷ്യലൈസ്ഡ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് പാത്തോളജിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഡിസീസസില് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മള് പാത്തോളജിസ്റ്റ്. ഓക്കെ, പാത്തോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇവര് രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മോർച്ചറിയിലെ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ചിലപ്പോ അതിന്റെ എങ്ങനെയാണ് മരിച്ചത് അല്ലെ? ഇൻവെസ്റ്റിഗേറ്റ് ദ കോസസ് ഓഫ് ഡെത്ത്. അപ്പോ ഫോറൻസിക് വിദഗ്ധരും പാത്തോളജിസ്റ്റും ഈ ഡെഡ് ബോഡീസ് അതിന് എങ്ങനെയാണ് അവര് മരിച്ചത്, അതിന്റെ കോസസ് ഓഫ് ഡെത്ത്, മരണകാരണം അറിയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളും നടത്തുന്നത്. രണ്ടുപേരാണ് ഡെഡ് ബോഡീസിന്റെ മരണകാരണം, മരിച്ചത് എങ്ങനെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് അതിനകത്ത്? മോർച്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ഹോസ്പിറ്റലിലെയും ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ്. അതുപോലെ തന്നെ അവിടെ എന്താണ്? ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് സൂക്ഷിച്ചു വെക്കുന്നത്? മരണകാരണം, കോസ് ഓഫ് ഡെത്ത് അറിയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ, ശാസ്ത്രീയ പരിശോധനകള് നടത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇവിടെ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നത്. ഇനി അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന അവര് പറയുന്ന പേരെന്താണ്? ഫോറൻസിക് ക്ലിനീഷ്യൻസ്. ഫോറൻസിക് വിദഗ്ധരും പാത്തോളജിസ്റ്റുകളുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാല് ഡിസീസസില് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. ഇത്ര മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ. ഇനി സെക്കൻഡ് പോയിന്റ് കേട്ടോ. ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സെക്കൻഡ് പോയിന്റ് വെരി വെരി ഇമ്പോർട്ടന്റ്. എ മോർഗ് ഓർ മോർച്ചറി. ഇപ്പൊ മോർച്ചറിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? മോർഗ്. അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. മോർച്ചറിനെ പറയുന്ന മറ്റൊരു പേരാണ് മോർഗ്. ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡീസ് വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ or removal, autopsy, burial, cremation or some other post-death rituals. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് മോർച്ചറി? ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അല്ലെ മോർച്ചറിയില്. ഇനി എന്തിനു വേണ്ടിയിട്ടാവാം? ഐഡന്റിഫിക്കേഷൻ നടത്താനായിട്ട്. നമുക്ക് എന്താണ്? ആരുടെ ഡെഡ് ബോഡീസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാവാം. അതുപോലെ എന്താണ്? ഓട്ടോപ്സി. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം അല്ലെ? പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ടാവാം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്യൂറിയൽ എന്ന് പറഞ്ഞാല് അടക്കം ചെയ്യാനായിരിക്കാം. ഓക്കെ, ബ്യൂറിയൽ മീൻസ് അടക്കം. ഇനി ക്രിമേഷൻ എന്താവാം? ക്രിമേഷൻ എന്താണ് മീനിങ്? ക്രിമേഷൻ ശവസംസ്കാരം. ഓക്കെ, ശവസംസ്കാരത്തിന് വേണ്ടി ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാവാം. അതുപോലെ തന്നെ എന്താണ്? ഓർ സം അതർ പോസ്റ്റ് ഡെത്ത് റിച്വൽസ് അല്ലെ?
മറ്റെന്തെങ്കിലും മരണാന്തര ചടങ്ങുകൾക്ക് മാറ്റിവെച്ചിരിക്കുന്നതാവാം. അപ്പൊ മോർഗ് എന്ന് പറഞ്ഞാല് മോർച്ചറി എന്ന് തന്നെയാണ് അർത്ഥം. ഈ മോർച്ചറിയിൽ എന്താണ് ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഡെഡ് ബോഡി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാവാം. അതുപോലെ എന്താണ് പോസ്റ്റ്മോർട്ടത്തിന് വെച്ചിരിക്കുന്നതാവാം, അല്ലെങ്കിൽ അടക്കം ചെയ്യാൻ വെച്ചിരിക്കുന്നതാവാം, അല്ലെങ്കിൽ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാവാം. പിന്നെന്താണ് മറ്റേതെങ്കിലും മരണാന്തര ചടങ്ങുകൾക്ക് മാറ്റി വെച്ചിരിക്കുന്നതാവാം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. The term morgue is derived from the French word morgue. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. മോർഗ് എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ഏത് വേർഡിൽ നിന്നാണ്? ഫ്രഞ്ച് വേർഡായ മോർഗിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ഫ്രഞ്ച് വേർഡായ മോർഗിൽ നിന്ന് തന്നെയാണ് മോർഗ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന്റെ മീനിങ് നോക്കിയേ. Which means to look solemnly to defy. ഉണ്ടോ നിങ്ങളുടെ PDF ഉണ്ടോ അത്? അതിന്റെ മീനിങ് ഇല്ല. ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. മോർഗിന്റെ മീനിങ് ആണ് which means to look solemnly to defy. ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക. To look solemnly to defy. ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക. To look solemnly to defy. നമുക്ക് PDF നോക്കിയതാട്ടോ. ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക. To look solemnly to defy. ഓക്കെ, എഴുതി കഴിഞ്ഞോ? PDF ഉണ്ട്, അതെ സ്ക്രീനിൽ നോക്കി എഴുതിക്കോളൂ കേട്ടോ. To look solemnly to defy. ഓക്കെ, എഴുതിയോ? എഴുതി കഴിഞ്ഞോ? അതിനർത്ഥം എന്താണ്? ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക. ഇനി നോക്കിയേ. Morgue is mostly used in Northern American English. അപ്പൊ മോർഗ് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത് നോർത്തേൺ അമേരിക്കൻ ഇംഗ്ലീഷിലാണ്. While mortuary is more common in British English. മോർച്ചറി യൂസ് ചെയ്യുന്നത് ഏത് ഇംഗ്ലീഷിലാണ്? ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഇവിടെ മോർഗാണ് മോർച്ചറി എന്നാണ് പറയാറ്. നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഏതായിരിക്കും? ഏതായിരിക്കും? ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ മോർഗ് എന്ന വേർഡ് ഏത് ഇംഗ്ലീഷിലാണ് യൂസ് ചെയ്യുന്നത്? നോർത്തേൺ അമേരിക്കൻ ഇംഗ്ലീഷിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മോർച്ചറി എന്ന വേർഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ ആണോ ഇൻട്രൊഡക്ഷൻ? ഓക്കെ, ഇനി എന്തെങ്കിലും പോയിന്റ്? 3 പോയിന്റ് നമ്മൾ പറഞ്ഞു ഇൻട്രൊഡക്ഷനില്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ 3 പോയിന്റ്സിൽ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നീഡ് ഫോർ മോർച്ചറി കേട്ടോ. നെക്സ്റ്റ് ആണ് നീഡ് ഫോർ മോർച്ചറി. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും നീഡിന്ന് വരാറില്ല. ജസ്റ്റ് ഒന്ന് എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. It is necessary for the hospital administration that a suitable provision shall be made in dubious place. Dubious place എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Dubious place
എന്തായിരിക്കാം? അധികം ആരുടെയും ശ്രദ്ധ എത്തപ്പറ്റാത്ത പ്ലേസ്, അവിടെയാണ് മോർച്ചറി ലൊക്കേഷൻ വരുന്നത് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രിവിയസ് പ്ലേസ് എന്ന് പറഞ്ഞാല് ആരുടെയും ശ്രദ്ധ എത്തപ്പറ്റാത്ത രീതിയിലുള്ള പ്ലേസ്. Where the dead body can be placed and painting final disposal or rule out the causes of death. എന്താണ് മോർച്ചറിയുടെ ലൊക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ മോർച്ചറി എന്താണ് മോർച്ചറി എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റ് പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്? പ്രിവിയസ് പ്ലേസിലായിരിക്കും. ഹോസ്പിറ്റലിലെ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ ആരുടെയും ശ്രദ്ധ എത്തപ്പറ്റാത്ത രീതിയിലുള്ള ഒരു പ്ലേസ് ആയിരിക്കും. അവിടെ എന്താണ് നമ്മൾ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കാറുണ്ട് അല്ലെ, പ്ലേസ് ചെയ്യാറുണ്ട്. ഇനി എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ചിലപ്പോ അത് ഫൈനൽ ആയിട്ട് ഡിസ്പോസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മരണ കാരണം അറിയുന്നതിന് വേണ്ടിയിട്ടോ ആണ് ഈ ഡെഡ് ബോഡി മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ. A previously planned mortuary complex is beneficial to all those who come in contact with, that is, police, doctors, medical students, staffs, and relatives of the death. എന്താണ് ഈ മോർച്ചറി എന്ന് പറയുന്നത് കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു മോർച്ചറി കോംപ്ലക്സ് ആയിരിക്കണം ഈ മോർച്ചറിക്ക് ഉണ്ടായിരിക്കുന്നത്. പ്രീസിയസ്ലി എന്ന് പറഞ്ഞാല് കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു മോർച്ചറി കോംപ്ലക്സ് ആയിരിക്കണം ഈ മോർച്ചറിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് ആർക്കൊക്കെ ബെനഫിഷ്യൽ ആയിരിക്കാം അല്ലെ? നമ്മളിപ്പോ ഒരു പെട്ടെന്ന് അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിലേക്ക് ആകുമ്പോൾ പെട്ടെന്ന് കുറെ അധികം എന്താണ് കൃത്യത. ഓക്കെ, അപ്പൊ കുറെ അധികം ആളുകളൊക്കെ വന്ന് അല്ലെങ്കിൽ എന്താണ് വളരെ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പ്ലേസ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ മോർച്ചറി എന്ന് പറയുന്നത് അധികം ആരുടെയും ശ്രദ്ധ എത്തപ്പറ്റാത്ത രീതിയിലുള്ള ഒരു പ്ലേസ് ആയിരിക്കണം. അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ബെനഫിഷ്യൽ ആയിട്ട് വരുന്നത്? പോലീസിന്, അതുപോലെ ഡോക്ടേഴ്സിന്, മെഡിക്കൽ സ്റ്റുഡൻസിന്, സ്റ്റാഫിന്, അതുപോലെ റിലേറ്റീവ്സിന് അല്ലെ. സ്റ്റാഫിന്റെ റിലേറ്റീവ്സിനൊക്കെ ഒരു ബെനഫിഷ്യൽ ആയിരിക്കും ഇല്ലേ. പെട്ടെന്ന് എന്താണ് കൂടുതലൊക്കെ എന്താണ് അധികം ആരുടെയും ശ്രദ്ധ എത്തപ്പറ്റാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ റിലേറ്റീവ്സിനായാലും പെട്ടെന്ന് തന്നെ ഡെഡ് ബോഡീസ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു മോർച്ചറി കോംപ്ലക്സ് ആയിരിക്കണം മോർച്ചറിക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഇതൊക്കെ ആർക്കാണ് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്? പോലീസിന്, ഡോക്ടേഴ്സിന്, മെഡിക്കൽ സ്റ്റുഡൻസിന്, സ്റ്റാഫിന്, അതുപോലെ തന്നെ മരിച്ച ആളുടെ റിലേറ്റീവ്സിനും. The provision of mortuary facilities and services in the hospital also has an important bearing with regard to public relations of the hospital. ഇങ്ങനെയുള്ളൊരു മോർച്ചറി ഫെസിലിറ്റി, മോർച്ചറി സൗകര്യങ്ങൾ നമുക്ക് ഹോസ്പിറ്റലുകാർ തരുന്നതിലൂടെ പബ്ലിക്കിനായാലും ഹോസ്പിറ്റലിനായാലും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ കിടന്ന ഒരാൾ മരിച്ചു, അവിടെ മോർച്ചറിയുടെ സൗകര്യങ്ങളൊന്നുമില്ല അല്ലെ, ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും അല്ലെ. ചിലപ്പോ അവര് പറയും വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയാറുണ്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട്. അങ്ങനെയുള്ള മോർച്ചറി ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ അപ്പൊ അതെന്താണ് ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. ഇങ്ങനെയുള്ള ഒരു മോർച്ചറി ഫെസിലിറ്റീസ് ഹോസ്പിറ്റലുകാർ തരുന്നതിലൂടെ നല്ല രീതിയിൽ ഹോസ്പിറ്റൽസിനും പബ്ലിക്കിനും അവരുടെ ഇടയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. Much of the sentiments value are attached to the dead body of the person with socio and medico-legal importance attached to the mortuary of the hospital. Therefore, the establishment and management of a mortuary is of the significant to every hospital. മോർച്ചറിയിലെ രണ്ട് കേസുകൾ വരാറുണ്ട് അല്ലെ. എന്തായിരിക്കാം? ഒന്ന് സോഷ്യൽ അപ്രോച്ചും അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ അപ്രോച്ചും. മെഡിക്കോ ലീഗൽ കേസസുകൾ എന്തായിരിക്കും? ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചത്? മെഡിക്കോ ലീഗൽ കേസസുകൾ രണ്ട് കേസസുകൾ മോർച്ചറിയിൽ വരാറുണ്ട്, സോഷ്യൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ കേസസുകള്. മെഡിക്കോ ലീഗൽ എന്തായിരിക്കും? എക്സാമ്പിൾ പറഞ്ഞേ. റേപ്പ്. ഓക്കെ,
എല്ലാവരും റേപ്പ് ആണോ? ആക്സിഡന്റ് കേസ്? ഓക്കെ. ക്രൈം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയുള്ള കേസസുകളാണ് മെഡിക്കോ ലീഗൽ കേസസുകളായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസസുകൾ വരാറുണ്ട് അല്ലെ മോർച്ചറിയില്. അതുപോലെ തന്നെ ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മുടെ റിലേറ്റീവ്സ് കിടന്ന് അവിടെ വെച്ച് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡെഡ് ബോഡി എവിടെ വെക്കാറുണ്ട്? മോർച്ചറിയിൽ സൂക്ഷിക്കാറുണ്ട്. അതാണ് സോഷ്യൽ, ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് അല്ലെ. നമുക്ക് നമ്മുടെ റിലേറ്റീവ് ഒക്കെ ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വളരെ സങ്കടങ്ങള് അല്ലെ, വിഷമങ്ങള് തോന്നാറുണ്ട്. അതാണ് സെന്റിമെന്റൽ അപ്രോച്ച് ആയിട്ട് പറയുന്നത്. അപ്പൊ സെന്റിമെന്റൽ അപ്രോച്ച്, സോഷ്യൽ അപ്രോച്ചും വരാം, അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ കേസസുകള്, രണ്ട് രീതിയിലുള്ള അപ്രോച്ചുകളാണ് ഈ മോർച്ചറിയിൽ വരുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ രണ്ട് അപ്രോച്ചും വരുന്നുണ്ട്, സോഷ്യൽ ആയിട്ടുള്ളതും മെഡിക്കോ ലീഗൽ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതിലൂടെ നല്ല രീതിയിലുള്ള ഒരു മോർച്ചറിയുടെ എസ്റ്റാബ്ലിഷ്മെന്റും മാനേജ്മെന്റും എന്ന് പറയുന്നത് എല്ലാ ഹോസ്പിറ്റലിലും, എവരി ഹോസ്പിറ്റലിലും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ലെ. ഇങ്ങനെയുള്ള കേസുകളൊക്കെ വന്നു കഴിഞ്ഞാല് ഡെഡ് ബോഡീസ് നമുക്ക് അവിടെ സൂക്ഷിച്ചു വെക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള 4 കാര്യങ്ങളാണ് നീഡിൽ വരുന്നത് കേട്ടോ. നീഡ് ഫോർ മോർച്ചറി. മനസ്സിലായോ? 4 കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ാണോ? നീഡ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്. ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസസ്. ഓക്കെ, ഫങ്ഷൻസ് ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് മിസ് പറഞ്ഞുതരാം. ഫങ്ഷൻസ് പഠിക്കണേ. ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസസ്: ടു കൺസേർവ് ദ ഡെഡ് ബോഡി till the formalities of the handling of the deceased is completed. ആരായിരിക്കും ഡിസീസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാല്? ഡിസീസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് വരുന്നത്? എന്താണ് ഡിസീസ്ഡ് എന്ന് പറഞ്ഞാല്? ഡെത്ത് ആയ അല്ലെ, മരണമടഞ്ഞ. ഓക്കെ, അതിനർത്ഥം മരണമടഞ്ഞ. ഓക്കെ, കൺസേർവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? കൺസേർവ് ഡെഡ് ബോഡി അല്ലെ, കീപ്പ് ചെയ്യുക, സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ കീപ്പ്. അപ്പൊ ഡെഡ് ബോഡീസ് നമ്മള് എന്ത് ചെയ്ത് വെക്കാറുണ്ട്? സൂക്ഷിച്ചു വെക്കാറുണ്ട് അല്ലെ. ഇപ്പോ എന്തെങ്കിലും മരണമടഞ്ഞ വ്യക്തിയുടെ ഡെഡ് ബോഡീസ് കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഫോർമാലിറ്റീസ് കഴിയുന്നത് വരെ നമ്മൾ എവിടെ സൂക്ഷിക്കാറുണ്ട്? മോർച്ചറിയിൽ സൂക്ഷിക്കാറുണ്ട് അല്ലെ. ഒരു വ്യക്തിയെ മരിച്ചു കൊണ്ടുവന്നു, പെട്ടെന്ന് തന്നെ റിലേറ്റീവ്സിന് നമ്മൾ വിട്ടുകൊടുക്കാറുണ്ടോ മോർച്ചറിയിൽ നിന്നും ഡെഡ് ബോഡി? അപ്പൊ തന്നെ വിട്ടുകൊടുക്കോ? ഇല്ല. എന്തുണ്ടാവും? അതിന് കുറച്ച് ഫോർമാലിറ്റീസ്, ഗൈഡ് ലൈൻസ്, പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റിലേറ്റീവ്സിന് വിട്ടുകൊടുക്കുള്ളൂ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, മരണമടഞ്ഞ വ്യക്തിയുടെ ഡെഡ് ബോഡി കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഫോർമാലിറ്റീസ് കഴിയുന്നത് വരെ നമ്മൾ എവിടെ സൂക്ഷിക്കാറുണ്ട്? മോർച്ചറിയില് സൂക്ഷിച്ചിരിക്കും. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഫംഗ്ഷൻ, മരണമടഞ്ഞ വ്യക്തിയുടെ ഡെഡ് ബോഡി റിലേറ്റീവ്സിനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫോർമാലിറ്റീസ് കഴിയുന്നത് വരെ നമ്മള് മോർച്ചറിയില് സൂക്ഷിക്കുന്നു. ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ കേട്ടോ. ക്ലിയർ ആണോ? മരണമടഞ്ഞ വ്യക്തിയുടെ ഡെഡ് ബോഡി കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഫോർമാലിറ്റീസ് കഴിയുന്നത് വരെ നമ്മള് മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കും. ഇനി സെക്കൻഡ് നോക്കിയേ.
Okay. Second, okay, to keep the dead body unclaimed till the relatives claim and take it away for final disposal. Usually, bodies that are not claimed are kept for 72 hours, and unless claimed till that period, disposal of the dead body is done in keeping with the existing policy of the hospital and as per the law of land. എന്താണ് നമ്മുടെ മോർച്ചറിയിലോട്ട് വരുന്ന ഡെഡ് ബോഡീസ് ചിലപ്പോ ക്ലെയിംഡ് ആയിട്ടുള്ളത് ഉണ്ടാവും, ചിലപ്പോ അൺക്ലെയിംഡ് ആയിട്ടുള്ളത് ഉണ്ടാവും അല്ലെ. ക്ലെയിം എന്ന് പറഞ്ഞാല് തിരിച്ചറിഞ്ഞ ഡെഡ് ബോഡീസ് ഉണ്ടാവും. അൺക്ലെയിംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആരും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഡെഡ് ബോഡീസ് ഉണ്ടാവും അല്ലെ. ഇല്ലേ, ഇപ്പൊ വഴിയരികിലൊക്കെ കിടന്ന് ചിലപ്പോ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഡെഡ് ബോഡീസ് മോർച്ചറിയിലോട്ട് കൊണ്ടുവരുമ്പോ എന്താണ്, ചിലപ്പോ ആരും തിരിച്ചറിയാനുണ്ടാവില്ല അയാളുടെ ഡെഡ് ബോഡീസ് ആരുടെയാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ആരും വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഡെഡ് ബോഡീസ് ഉണ്ടാവും. അതുപോലെ തന്നെ റിലേറ്റീവ്സ് ക്ലെയിം ചെയ്ത റിലേറ്റീവ്സ് തിരിച്ചറിഞ്ഞിട്ടുള്ള ഡെഡ് ബോഡീസും ഉണ്ടാവും. മനസ്സിലായോ? രണ്ട് തരത്തിലുള്ള ഡെഡ് ബോഡീസ് ആണ് മോർച്ചറിയിലോട്ട് വരുന്നത്. ക്ലെയിംഡ് ആയിട്ടുള്ളതും ഉണ്ടാവും, അൺക്ലെയിംഡ് ആയിട്ടുള്ളതും ഉണ്ടാവും. ഇനി നോക്കിയേ, യൂഷ്വലി ബോഡീസ് ആർ that are not claimed. ഇനി ആരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ അവിടെ കൊണ്ടുവരുന്ന ഡെഡ് ബോഡി ആരും തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ 72 മണിക്കൂർ എവിടെ സൂക്ഷിക്കും? മോർച്ചറിയില് അവര് സൂക്ഷിച്ചിരിക്കും. മനസ്സിലായോ? ആരും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഡെഡ് ബോഡീസ് ആണെങ്കിൽ, അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് ആണെങ്കിൽ 72 മണിക്കൂർ വരെ മോർച്ചറിയിൽ അവര് സൂക്ഷിച്ചിരിക്കും. ഇനി ക്ലെയിം ആയിട്ടുള്ള തിരിച്ചറിഞ്ഞ ഡെഡ് ബോഡീസ് ആണെങ്കിൽ റിലേറ്റീവ്സിന് ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് റിലേറ്റീവ്സിന് വിട്ടുകൊടുക്കും. ഇത്രയും വരെ ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനിയും അതിനകത്ത് പറയാനുണ്ട്. ഇത്ര വരെ ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു ആരും തിരിച്ചറിയാനില്ലാത്ത അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഡെഡ് ബോഡീസ് ആണെങ്കിൽ മോർച്ചറിയിൽ 72 മണിക്കൂർ വരെ സൂക്ഷിച്ചു വെക്കും. ഇനി അതിനു ശേഷവും ആരും വന്നിട്ടില്ല എന്നാണെങ്കിൽ ഈ ഹോസ്പിറ്റലിന്റെ എക്സിസ്റ്റിംഗ് പോളിസി അനുസരിച്ചും അതുപോലെ തന്നെ ലോ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാല് നിലവിൽ നമ്മുടെ കൺട്രി ഫോളോ ചെയ്യുന്ന ലോ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാല് നിലവില് നമ്മുടെ കൺട്രി ഫോളോ ചെയ്യുന്ന ലോ, അത് പ്രകാരവും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ എക്സിസ്റ്റിംഗ് പോളിസി അനുസരിച്ചും എന്ത് ചെയ്ത് കളയുന്നു? ഡിസ്പോസല് ചെയ്ത് കളയുന്നു. അതാണ് സെക്കൻഡ് പോയിന്റിൽ പഠിക്കാനുള്ളത് കേട്ടോ. അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് വരും, ക്ലെയിംഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് വരും. ഇനി ക്ലെയിംഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് റിലേറ്റീവ്സ് തിരിച്ചറിഞ്ഞ ഡെഡ് ബോഡി ആണെങ്കിൽ അത് ഡിസ്പോസലിന് വേണ്ടിയിട്ട് അവർക്ക് വിട്ടുകൊടുക്കുന്നു. ആരും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഡെഡ് ബോഡി ആണെങ്കിൽ 72 മണിക്കൂർ വരെ അവിടെ മോർച്ചറിയിൽ അവര് സൂക്ഷിച്ചു വെക്കും. അതിനുശേഷം ഹോസ്പിറ്റലിന്റെ എക്സിസ്റ്റിംഗ് പോളിസി പ്രകാരവും നിലവില് നമ്മുടെ കൺട്രി ഫോളോ ചെയ്യുന്ന ലോ പ്രകാരം, അതാണ് ലോ ഓഫ് ലാൻഡ് പ്രകാരവും ഫൈനൽ ഡിസ്പോസലിന് അയക്കും, ഫൈനൽ ഡിസ്പോസൽ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണ്, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, 72 hours എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചു ചെയ്യാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് തേർഡ് പോയിന്റ് നോക്കിയേ. ടു റിസീവ് ആൻഡ് സ്റ്റോർ ദ ഡെഡ് ബോഡി റിക്വയേഴ്സ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ. അല്ലെ, നമ്മള് ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോർ ചെയ്ത് വെക്കുകയും റിസീവ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പോസ്റ്റ്മോർട്ടം എക്സാമിനേഷന് വേണ്ടിയിട്ട് അല്ലെ. ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഇതൊക്കെ അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ടു കണ്ടക്ട് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക് അല്ലെ. അവിടെ എന്ത് ചെയ്യാറുണ്ട്? മെഡിക്കോ ലീഗൽ കേസുകൾ നമ്മൾ പറഞ്ഞില്ലേ, റേപ്പ്, ആക്സിഡന്റ്, മർഡർ, ക്രൈം,
പോയിസണിങ്, ഇതൊക്കെ എന്താണ് മെഡിക്കോ ലീഗൽ കേസുകളാണ് അല്ലെ. ചോമ അങ്ങനെയുള്ള കേസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ ഓടിച്ചെന്ന് അവർക്ക് ചെയ്യാൻ പറ്റോ? പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റോ? ആരുടെ അനുവാദം വേണം? ഇല്ല. ആരുടെ അനുവാദം വേണം? ആക്സിഡന്റ് കേസൊക്കെ വന്നാൽ ആരുടെ അനുവാദം വേണം? അവിടെ ആര് വന്നാലും ചെയ്യാൻ പറ്റുള്ളൂ? പോലീസ് വന്നാല് അല്ലെ, പോലീസ് പറയുന്നതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എന്താണ് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം അങ്ങനെയുള്ള കേസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ലീഗൽ അതോറിറ്റിയുടെ സ്ട്രിക്റ്റ് റിക്വസ്റ്റ് പ്രകാരം മാത്രമായിരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഓക്കെ ആണോ? അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ടു ഗിവ് ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് അല്ലെ. കണ്ടിട്ടില്ലേ നിങ്ങള് നഴ്സറിയിലൊക്കെ സ്റ്റുഡൻസിന് അല്ലെ ടീച്ചിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, to the next last one നോക്കിക്കോളൂ കേട്ടോ. The types of dead body preserved in the mortuary can be classified as, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നോൺ മെഡിക്കോ ലീഗൽ കേസുകൾ വരാം, മെഡിക്കോ ലീഗൽ കേസുകൾ വരാം അല്ലെ. മോർച്ചറിയില് ഡെഡ് ബോഡീസ് എത്ര ടൈപ്സ് വരാം? നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ റിലേറ്റീവ്സ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർച്ചറിയിൽ സൂക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ കേസുകളും വരാറുണ്ട്. ഓക്കെ, കൺസേൺസ് ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്ലാനിങ് പാരാമീറ്റർ ഓഫ് എ മോർച്ചറി. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. ലൊക്കേഷൻ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, മോർച്ചറി ലൊക്കേഷൻ എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ സ്പേസ് എങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. ലൊക്കേഷൻ, ദ ലൊക്കേഷൻ ഷുഡ് ബി ഇൻ എ ഡ്യൂബിയസ് ഒബ്സ്ക്യൂർ പ്ലേസ് അല്ലെ. ആരുടെയും ശ്രദ്ധ അധികം എത്തപ്പറ്റാത്ത രീതിയിലുള്ള പ്ലേസ് ആയിരിക്കണം മോർച്ചറിക്ക് ഉണ്ടായിരിക്കേണ്ടത് അല്ലെ. പിന്നെ സെപ്പറേറ്റ് ബിൽഡിംഗ്, ഒരു സെപ്പറേറ്റ് ചിലപ്പോൾ ബാക്ക് സൈഡ് ആയിരിക്കാം ഹോസ്പിറ്റലിന്റെ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. To where the dead bodies can be reached in a non-disturbing way അല്ലെ. എന്താണ് നോൺ ഡിസ്റ്റർബിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിസ്റ്റർബൻസ് നമുക്കറിയാം എന്താണ്, ശല്യപ്പെടുത്തുക അല്ലെ. ഇതെന്താണ് നോൺ ഡിസ്റ്റർബിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആരുടെയും ശല്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്ലേസ്. അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിരിക്കണം, അധികം ആരുടെയും ശ്രദ്ധ എത്തപ്പറ്റാത്ത രീതിയിലുള്ള ഒരു പ്ലേസ് ആയിരിക്കണം മോർച്ചറിക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഇനി നോക്കിയേ, there should be easy access from, ആർക്കൊക്കെയാണ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? വാർഡിന്, അതുപോലെ ICU, OT ഓർമ്മയുണ്ടോ? ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ തന്നെ എമർജൻസി ആൻഡ് പാത്തോളജി ഡിപ്പാർട്ട്മെന്റിന് ഇവർക്കൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിരിക്കണം മോർച്ചറിക്ക് ഉണ്ടായിരിക്കേണ്ടത്. മനസ്സിലായോ? ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. There should be easy access from ward, ICU, OT, operation theatre, emergency and pathology department. ക്ലിയർ ആയോ? ലൊക്കേഷൻ ഒക്കെ ആണോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഒബ്സ്ക്യൂറിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാൽ ഇനി നെക്സ്റ്റ് ആണ് സ്പേസ് റിക്വയർമെന്റ്സ്. എങ്ങനെയൊക്കെയാണ് മോർച്ചറിയിലെ സ്പേസ് നോക്കിക്കോളൂ കേട്ടോ. റിലേ ഓൺ size and type of hospital and work
വർക്ക് ലോഡ്. എന്താ പറയുന്നത്? ഒരു ഹോസ്പിറ്റലിന്റെ വർക്ക്, അതുപോലെ തന്നെ എന്താണ് സൈസ്, ടൈപ്പ്, ഇതൊക്കെ അനുസരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് എത്ര സ്പേസ് മോർച്ചറിക്ക് വേണമെന്ന് തീരുമാനിക്കുന്നത്. ചിലപ്പോ ചെറിയ ഹോസ്പിറ്റൽ ആയിരിക്കാം അല്ലെ, ചിലപ്പോ എന്താണ് വലിയ രീതിയിലുള്ള ഹോസ്പിറ്റൽ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സൈസ്, ടൈപ്പ്, വർക്ക് ലോഡ് ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഹോസ്പിറ്റലിന്റെ മോർച്ചറിക്ക് എത്ര സ്പേസ് വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇനി നോക്കിയേ, നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടന്റ്. ദ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രോജക്ട് എക്സ്പാൻസി OPP. Committee on Plan Project has recommended an area of 6 to 8 square feet per bed as the general guidelines. അപ്പൊ എന്താണ് ഈ COPP എന്ന് പറഞ്ഞാല് കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് ആണ്. ഇവരാണ് ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്ര സ്പേസ്, പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലേ, ഓർത്തോ ഉണ്ട്, ENT ഉണ്ട്, റേഡിയോളജി ഉണ്ട്, പീഡിയാട്രിക് ഉണ്ട്. അപ്പൊ അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്ര സ്പേസ് വേണമെന്ന് ശുപാർശ ചെയ്യുന്നത് ആരാണ്? COPP ആണ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിന് ഈ 6 to 8 സ്ക്വയർ ഫീറ്റ് പെർ ബെഡിന് 6 to 8 സ്ക്വയർ ഫീറ്റ് ഏരിയ വേണമെന്നാണ് ഇവര് റെക്കമെൻഡ് അല്ലെങ്കിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? മോർച്ചറിക്ക് പെർ ബെഡിന് 6 to 8 സ്ക്വയർ ഫീറ്റ് വേണം. ക്ലിയർ ആയോ? ഇത് ആരുടെ റെക്കമെൻഡേഷൻ ആണ്? COPP, കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട്. ഓരോ ഹോസ്പിറ്റലിനും പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിനൊക്കെ എത്ര ഏരിയ വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് ആണ്. അപ്പോ അവരാണ് മോർച്ചറിക്കും എത്ര ഏരിയ പെർ ബെഡിന്, ഒരു ബെഡിന് അല്ലെ, പെർ ബെഡിന് 6 to 8 സ്ക്വയർ ഫീറ്റ് ആണ് ഇവര് നിശ്ചയിച്ചിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞത് ഇത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് പഠിച്ചിട്ട് തന്നെ വന്നോട്ടോ. വായിച്ചിട്ട് തന്നെ വന്നു എന്റെ ക്ലാസ്സിൽ, നിർബന്ധമാണ്. അല്ലെങ്കിൽ ശരിയാവില്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ചിലപ്പോ എന്താണ് മിസ് പറയുന്നത് എന്താണ് ഒരു അന്തവും കുന്തവും ഇല്ലാതിരിക്കേണ്ടി വരും. ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞത്? ആണോ? ഇങ്ങനെ ആയിരിക്കൂലേ? അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് വായിച്ച് പിടിച്ചിട്ട് വരാം. ഓക്കെ, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് മിസ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഓക്കെ, താങ്ക് യു.